പ്രിയരെ, വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി സ്വർഗത്തിലെ ദൈവം നമ്മളെ ഈ മണ്ണുണ്ടുടുപ്പിൽ ജീവനോടെ നിർത്തി ഇത് കേൾക്കുവാൻ, കേട്ട് നമ്മുടെ ജീവിതത്തിന് വേണ്ട രൂപ അന്തരങ്ങൾ വരുത്തുവാൻ, അതുവഴി ഏതാനും ദിവസം കൂടി മാത്രമുള്ള ഈ ലോക ജീവിതത്തിൽ ബുദ്ധിശൂന്യരാകാതെ ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ വീണ്ടും ഓർപ്പിക്കുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് സ്വർഗത്തിലെ ദൈവം ഒരു പുതിയ രീതിയിൽ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിലെ ഇപ്പോഴത്തെ ഈ അവസ്ഥ കാണുവാൻ കഴിയാത്ത ലോകജനം, എന്നാൽ ഈ അവസ്ഥ കാണുവാൻ തക്കവണ്ണം വീണ്ടും ജനിപ്പിക്കപ്പെട്ട ദൈവജനം, അവർക്കും ദൈവം അവർ ആഗ്രഹിക്കത്തക്ക തലത്തിലേക്ക് ഉയരാത്തത് കൊണ്ട് അവർക്കും മനസ്സിലാകാത്ത ഇന്നത്തെ അവസ്ഥകൾ. ജനം കഴിച്ച് അവർ മരിക്കുന്നു. പണിയെടുത്ത് അവർ മരിക്കുന്നു. അവരെന്തിനാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ കർത്താവ് യേശുവിന്റെ വാക്കുകൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 51-ാം വാക്യത്തിൽ കർത്താവ് യഹൂദന്മാരുമായി ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യഹൂദന്മാരോട് പറയുന്ന ഒരു കാര്യമാണ്, എന്റെ വാക്കുകൾ അനുസരിക്കുന്ന വ്യക്തി മരണം കാണുകയില്ല. എന്റെ വാക്കുകൾ അനുസരിക്കുന്ന വ്യക്തി മരണം കാണുകയില്ല. ഏറ്റവും നല്ല മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് യേശുവിൻ്റെ മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റാ നാം പ്രാപിക്കേണ്ടത്. ദൈവത്തിന്റെ വചനം പറയുന്നു, നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകണം. ആമേ. നമ്മുടെ ആത്മാവിൽ നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാ. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, നമ്മളുടെ സോളിൽ നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകണം. എങ്കിലേ ആ ദൈവിക സ്വഭാവം നമ്മളിലൂടെ വെളിപ്പെടുത്തുള്ളൂ. ആമേ. കടന്നു വന്നാട്ടെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ സാഹചര്യം ഇങ്ങനെയാണ്. യഹൂദന്മാർ കർത്താവോട് പറയുകയാണ് വാക്കുകളെ, നിനക്ക് ഭൂതമുണ്ട്. അതായത് പ്രോപ്പർ മൈൻഡ് സെറ്റായിട്ട് ഒരുത്തൻ ലോകത്തിലോട്ട് ഇറങ്ങി വന്നാൽ ലോകം അതിനെ കാണുന്നത് അവന് ഭൂതമുണ്ടെന്നാണ്. ഒറിജിനലായിട്ട് ഒരുവൻ ലോകത്തിലേക്ക് വന്നാൽ ലോകം ആ ഒറിജിനലിനെ കൊണ്ടുവന്ന വ്യക്തിയെ കാണുന്ന ഭൂതമുണ്ടെന്നാണ്. ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ ഇതാ. ലോകം കബളിപ്പിക്കപ്പെട്ട് കിടക്കുകയാണ്. ഒരിക്കല്
ഞങ്ങൾ എയർ കണ്ടീഷൻ്റെ ഗ്യാസ് കൊടുത്തുകൊണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അത് ഫീൽഡിൽ കൊണ്ടുപോയി സപ്ലൈ ചെയ്യായിരുന്നു. അപ്പോൾ ഈ ഒറിജിനൽ സാധനമാണ് വാങ്ങി സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒറിജിനലിന് കോസ്റ്റ് അറൗണ്ട് 610, 620 ഉണ്ട്. അത് വിൽക്കുന്നത് അറൗണ്ട് 650 കൊടുക്കുന്നത്. അപ്പോൾ ഇത് കസ്റ്റമറുടെ അടുക്കൽ കൊണ്ട് കൊടുക്കുമ്പോൾ സെയിൽസ്മാൻ, എൻ്റെ സെയിൽസ്മാൻമാരിൽ നിന്ന് എനിക്ക് കിട്ടിയ റിപ്ലൈ, അവർ പറയുന്നത്, കസ്റ്റമർ പറയുന്നത് ഇത് ഒറിജിനൽ അല്ല എന്നാണ്. നിങ്ങൾ കൊണ്ടുവരുന്ന ഈ സാധനം ഒറിജിനൽ അല്ല. ഞങ്ങൾക്ക് ഒറിജിനൽ സാധനം 350 രൂപ കിട്ടുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങൾ കൊണ്ടുവരുന്ന ഈ ഒറിജിനൽ അല്ല. ഒറിജിനൽ ഞങ്ങൾക്ക് 350 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒറിജിനൽ, അത് നിങ്ങൾ കൊണ്ടുവന്ന ഒറിജിനലിൽ ഞങ്ങളുടെ ഒറിജിനലിലുള്ള മാർക്കുകളൊന്നുമില്ല. ഞങ്ങളുടെ ഒറിജിനൽ ഈ ഇവിടെ പച്ച വരയുണ്ട്, നിങ്ങളുടെ ഒറിജിനൽ അവിടെ ഒരു പച്ച വരയില്ല. ഇവിടെ ഒരു നീല വരയുണ്ട്, ഇങ്ങനെ ഒരു എഴുത്തുണ്ട്, നിങ്ങളുടെ ഒറിജിനൽ അതില്ല. അപ്പോൾ നമുക്ക് ഈ ഗ്യാസ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഓതറൈസ്ഡ് സോഴ്സിൽ നിന്നാണ്. അത് 610 രൂപയ്ക്ക് വാങ്ങിച്ച ഗ്യാസ് ഒറിജിനലാണ്. പക്ഷേ ആ ഒറിജിനൽ കൊണ്ടുവന്ന് ലോകത്തിലേക്ക് അവതരിപ്പിച്ചപ്പോൾ ലോകം പറയുന്നു ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റാ. ഇനി അവരെ ഈ ഒറിജിനലിനെ സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഒരുപക്ഷെ കൺഫ്യൂഷൻ ആയിരിക്കാം, അവർ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റാണ്. 350 രൂപയ്ക്ക് അവർ ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ചിന്തയിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഒറിജിനൽ. അവരിതുവരെ ഒറിജിനൽ ഉപയോഗിച്ചിട്ടില്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഒറിജിനൽ. അപ്പോൾ ഇനി അവർ പറയുന്നത് അവരുപയോഗിക്കുന്ന ആ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഒറിജിനൽ. ആ ഡ്യൂപ്ലിക്കേറ്റിന്റെ രീതിയിൽ നിങ്ങൾ ഒറിജിനൽ മാറ്റിക്കൊണ്ടുവന്നിട്ട് എവിടെയൊക്കെ പച്ചവരയുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ പച്ചവര ഇടുക, എവിടെയൊക്കെ ചുവന്ന വരയുണ്ടോ അവിടെയൊക്കെ ചുവന്ന വര ഇടുക. എന്നിട്ട് വില നിങ്ങൾ ഈ 350 രൂപ കിട്ടുന്നതിൽ നിങ്ങൾ കുറച്ച് തന്നാൽ ഞങ്ങൾ വാങ്ങിക്കുക. എങ്ങനെയുണ്ട് കാലം പോയ പോക്ക്? ജനം കബളിപ്പിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇതേപോലെ തന്നെ ഒറിജിനലുമായി ഈ ലോകത്തിലോട്ട് ഇറങ്ങിയ യേശു കർത്താവിനെ ഒറിജിനൽ അവതരിപ്പിക്കാൻ നിയമിച്ചിരിക്കുന്ന യഹൂദന്മാർ പറയുകയാണ്, നിനക്ക് ഭൂതമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ തൊട്ട് താഴെ കർത്താവ് പറയുകയാണ്, എന്റെ 49-ാം വാക്യം, അതിന് യേശു, എനിക്ക് ഭൂതമില്ല, ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുക അത്രേ ചെയ്യുന്നത്. നിങ്ങളെ എന്നെ അപമാനിക്കുന്നു. ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല. അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. ഒരുവൻ സത്യവാനാണോ അല്ലേന്ന് അറിയാൻ ദൈവത്തിന്റെ വചനം പറയുന്നു, സത്യവാനായവൻ ഒരിക്കലും സ്വന്തം മഹത്വം അന്വേഷിക്കത്തില്ല. അവനെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കും. യേശു പറയുന്നത് കേട്ടോ, എനിക്ക് ഭൂതമില്ല, ഞാൻ എന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നത്. ഈ ലോകത്ത് നല്ലതും ചീത്തയും കണ്ടുപിടിക്കാൻ കർത്താവ് ചില വാക്കുകൾ വെച്ചിട്ടുണ്ട്, ക്രമീകരണങ്ങൾ വെച്ചിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ ശ്രദ്ധിച്ചോ, സ്വന്തം മഹത്വം അന്വേഷിക്കുന്ന വ്യക്തി അവൻ സ്വയത്തിൽ പ്രവർത്തിക്കുന്നവനാണ്. ദൈവത്തിന്റെ വചനം പറയും, തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ്. നമ്മളുടെ അകത്തേക്ക് നമ്മൾ തന്നെ ചിന്തിക്കുക, നമ്മൾ സ്വന്തം മഹത്വം അന്വേഷിച്ച് നടക്കുകയാണോ എങ്കിൽ ദൈവവചന പ്രകാരം നമ്മൾ സത്യമുള്ളവരല്ല. സ്വന്തം മഹത്വം, സ്വന്തം സാമ്രാജ്യം, സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം ഡിനോമിനേഷൻ, സ്വന്തം പേരുകൾ. മറ്റൊരു രീതിയിൽ പറഞ്ഞ കർത്താവ് വേറൊരു രീതിയിൽ പറയാ, ഫലം നോക്കിയ വൃക്ഷത്തെ തിരിച്ചറിഞ്ഞു കൊള്ളണം. ഫലം നോക്കണം. ചില സമയത്ത് ഫലം കാണുവാൻ അല്പസമയം എടുക്കും. ഫലം എന്ന് പറയുന്നത് തുടക്കത്തിൽ ഉണ്ടാകുന്നതല്ല, പിന്നെ എപ്പോൾ ഉണ്ടാകുന്നതാ? അവസാനം ഉണ്ടാകുന്നതാണ്.
ഓരോ പ്രവൃത്തിയുടെ അവസാനം. ദൈവത്തിൻ്റെ ആത്മാവോടുകൂടി അത് നമ്മൾ നോക്കിയാലേ തിരിച്ചറിയാൻ പറ്റും. ഗ്ലോറി. ഫലം നോക്കി തിരിച്ചറിയണം. ശ്രദ്ധിക്കുക, നിങ്ങളെ ഞാൻ അടുപ്പിക്കേണ്ടത്, പ്രസംഗിക്കുന്ന ഞാൻ അടുപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ദൈവവചനം സംസാരിക്കും നിങ്ങൾ അടുപ്പിക്കേണ്ടത് അവരെ ഓരോരുത്തരെയും ദൈവത്തോടാണ്. ഓരോരുത്തരെയും ദൈവത്തോടാണ്. മനസ്സിലായോ? നിങ്ങളെ ഞാൻ എന്നിലേക്കല്ല അടുപ്പിക്കേണ്ടത്. നിങ്ങൾ ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ലെവലിൽ നിങ്ങൾ എന്നോടും അടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. അപ്പോ നാം ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ടത്, കർത്താവ് യേശുക്രിസ്തു പറയുന്നത് പോലെ സത്യവാൻ തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കും. ലോകം വളരെ കണ്ണിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. ആമേൻ. പല രീതിയിൽ ഞാൻ ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവം കാണിച്ചു ഒരു സമ്പ്രദായമുണ്ട്. ഗൾഫിൽ നടക്കുന്ന ഒരു സമ്പ്രദായം കർത്താവ് കാണിച്ചത്, കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് സ്വന്തം സാമ്രാജ്യങ്ങളെ സ്ഥാപിക്കുന്ന ഒരു സിസ്റ്റത്തെ ഇവിടെ കാണുവാനായിട്ട് കഴിയും. കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട്. ഈ സിസ്റ്റങ്ങളിൽ നമ്മൾ വീഴരുത്, കുഴികളിൽ വീഴരുത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അനേക സഭകൾ നാൾക്ക് നാൾ കൂടിക്കൊണ്ടിരിക്കുക, ഡിനോമിനേഷൻസ്. എന്തുവാ ഇതിൻ്റെ എല്ലാം പുറകിലുള്ള ലക്ഷ്യം? എന്താ? എന്തുകൊണ്ടാണ് ഇങ്ങനെ വർദ്ധിക്കണേ? എന്തുകൊണ്ടാണ് ഇത് വർദ്ധിക്കണേ? സ്വന്തം സാമ്രാജ്യം. അതിൻ്റെ പുറകിലുള്ള ചിന്തകൾ സ്വന്തം സാമ്രാജ്യമാണ്. ഇവിടെ ഓരോരോ സഭകളും, കർത്താവിന് ഇത്രയധികം ഗ്രൂപ്പുകളുടെ ആവശ്യമില്ല ഒരു കൂട്ടത്തിൽ. ആ ദുബായ് കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ചെന്നാൽ കാണാം മോർ ദാൻ 150 or 250 ഗ്രൂപ്പുകൾ അതിൻ്റെ ഉള്ളിൽ തന്നെ. എല്ലാവരും ആരാധിക്കുന്നത് ആരെ തന്നെയാ? ഒരേ യേശുവിനെയാ. എന്ത് ഇത് തമ്മിൽ ഒക്കാൻ കഴിയാത്തേ? യേശുവിൻ്റെ മനസ്സില്ലാത്തതുകൊണ്ടാണ്. യേശുവിൻ്റെ മനസ്സുണ്ടെങ്കിൽ ഇതെല്ലാത്തിനും ഒക്കാൻ കഴിയും. മനസ്സിലായോ? ആമേ. ഈ നാളുകളിൽ ഗ്രൂപ്പുകളെയല്ല പിന്തുടരേണ്ടത്, യേശുവിനെയാ പിന്തുടരേണ്ടത്. ആമേ. ഹല്ലേലൂയ. അപ്പോൾ സഹോദരങ്ങളെ, പിന്നെ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നതിന്റെ കാരണം ഓരോരുത്തരും സ്വന്തം രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാ. ആമേൻ. ഹല്ലേലൂയ. ഒരു തന്ത്രം ഈ ഗൾഫിന്റെ മേഖലകളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തന്ത്രം ഞാൻ കാണുന്നൊരു കാഴ്ച. കർത്താവ്, ഞാൻ ഇന്നലെ മുട്ടുമടക്കി ഇങ്ങനെ ഞാൻ ചിന്തിക്കുക, ദൈവസന്നിധിയിൽ ഇങ്ങനെ ചിന്തിക്കുക. മുട്ടുമടക്കിയല്ല, ദൈവസന്നിധി ചിന്തിക്കുക. കാരണം ഞാൻ പറയുന്ന വാക്കുകൾ കർത്താവ് കേൾക്കുന്നുണ്ട്. ദൈവസന്നിധി ചിന്തിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിച്ച ഒരു കാര്യമുണ്ട്. പലരും ഇപ്പോൾ അവരുടെ സാമ്രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി കർത്താവ് കാണിച്ചു തരികയാണ്. ആദ്യം തന്നെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞൊരു കൂട്ടത്തെ വിളിക്കുക എല്ലായിടത്തും. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്താ തെറ്റ്? അപ്പോൾ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ കൂടി വരും. ഈ കൂടി വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നവരുടെ അവരുടെ ടെലിഫോൺ നമ്പർ വാങ്ങിക്കുക. പല സഭകളിൽ നിന്നായിരിക്കും ഇവർ കയറി വരുന്നത്. ടെലിഫോൺ നമ്പർ വാങ്ങിച്ചാൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സമയം മുതൽ പിന്നെ അവർക്ക് എന്ത് ചെയ്യുക? ഓരോരോ മീറ്റിങ്ങുകളെ കുറിച്ചുള്ള അവർക്ക് ടെക്സ്റ്റ് അയച്ചുകൊണ്ടേയിരിക്കും. ഇന്നോടത്ത് മീറ്റിംഗ് കൊണ്ട്, ഇന്നോടത്ത് മീറ്റിംഗ് കൊണ്ട്, ഇന്നോടത്ത് ടെസ്റ്റ് അയച്ചുകൊണ്ടേയിരിക്കും. സ്വതന്ത്രമായിട്ടാണ് ഇവർ ആരംഭിക്കുന്നത്, ഒരു ഗ്രൂപ്പിലും ഇല്ലാതെ. ഒരിക്കൽ അങ്ങനെയുള്ളവർ ചിലർ ഇവിടെയും വന്നു, എന്നെയും വിളിച്ചു. എന്നാൽ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് അപ്പോൾ നമുക്ക് അറിയത്തില്ല. പക്ഷെ ഫലം നോക്കിയാൽ തിരിച്ചറിയാം. കുറച്ചാൾ കാത്തിരിക്കേ തിരിച്ചറിയാം. കുറച്ച് നാൾ കഴിയുമ്പോൾ 1-2 വർഷം കഴിയുമ്പോൾ ഒരു അകത്തുള്ള ലക്ഷ്യം വെളിയിൽ വരും. അന്ന് വരെ ഒരു ഗ്രൂപ്പും ഇല്ലാത്തവര് എവിടെ നിന്നൊക്കെയാണോ ആരുടെയൊക്കെയാണോ നമ്പർ വാങ്ങിച്ച് ആ നമ്പറിലുള്ള പലരെയും പല സഭകളിൽ നിന്ന് പിറക്കിയെടുത്ത് അവരൊരു സഭ അങ്ങ് സ്ഥാപിക്കും ഓരോ ഇടങ്ങളിലും.
എന്തുവാ ഇവർ ചെയ്യുന്ന? ക്രിസ്തുവിന്റെ സഭയെ ചിഹ്ന ഭിന്നമാക്കുകയാ. എന്തിനു വേണ്ടി? സ്വന്തം സാമ്രാജ്യത്തിനു വേണ്ടി. സഹോദരങ്ങളെ, ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിഞ്ഞോളണം. നമ്മൾ ഓരോരുത്തരും ഇനിയും ഡിനോമിനേഷനുകളുടെ എണ്ണത്തിലേക്കല്ല വർദ്ധിക്കേണ്ടത്, പകരം ക്രിസ്തുവിന്റെ മനസ്സിലേക്കാണ് നാം വർദ്ധിക്കേണ്ടത്. ഇവിടെ ക്രിസ്തു വളരെ പ്രാധാന്യപ്പെട്ട ഒരു കാര്യം ഇവിടെ അവതരിപ്പിക്കുകയാ. എന്റെ വചനമനുസരിക്കുന്നവൻ അവൻ മരണം കാണത്തില്ല. അതിന്റെ അർത്ഥം എന്ന് പറയുന്ന ലോകം മുഴുവൻ എങ്ങോട്ടാ പോണേ? ലോകത്തിലെ വ്യക്തികൾ മുഴുവൻ എങ്ങോട്ടൊക്കെയാ പോകുന്നേ? വേർ ദേ ആർ ഹെഡിങ് ടു? അവരറിഞ്ഞാലും അറിഞ്ഞില്ലാലും നിത്യമരണത്തിലേക്കാ പോകുന്നേ. നിത്യമരണത്തിലേക്ക്. അപ്പോൾ അറിവില്ലാത്ത ജനങ്ങളെ പിശാച് വഞ്ചിച്ച് മനുഷ്യരിലൂടെ ഉപയോഗിച്ച് പല പല ഗ്രൂപ്പുകളാക്കി ബ്രിട്ടീഷ് തന്ത്രം ഭിന്നിപ്പിച്ചു ഭരിക്കുക. ഭിന്നിപ്പിച്ചു ഭരിച്ചാൽ നിങ്ങൾക്ക് ബലമില്ല. ആമേൻ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് പലപ്പോഴും പല നല്ല ദൈവദാസന്മാർ വരുമ്പോൾ കർത്താവ് എന്നെ ഏൽപ്പിച്ച കുഞ്ഞുങ്ങൾ ആ വചനം കേൾക്കണമെന്നൊരു താല്പര്യമുണ്ട്. പക്ഷെ ദൈവം അവിടെ വിലക്കുകയാ. കാരണം പ്രസംഗിക്കുന്നത് നല്ല ദൈവദാസന്മാരാ. പക്ഷേ ആ നല്ല ദൈവദാസന്മാരുടെ വചനം ചൂണ്ടയിലെ കുളത്തിലിടുന്ന ഇര പോലെ ഇട്ട് അത് നടത്തുന്നവർ ആടിനെ പിടിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഈ നാളുകളിൽ പിശാചിന്റെ തന്ത്രങ്ങൾ കുടുങ്ങിയല്ല വേണ്ടത്. സേഫ് ആയിട്ടുള്ളൊരു സൈഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. സേഫ് ആയിട്ടുള്ളൊരു സൈഡ്, നല്ല ദേവദാസന്മാരെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ TV, ഇന്റർനെറ്റിലൂടെ, യൂട്യൂബിലൂടെ അവരുടെ സന്ദേശം കേൾക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി, അവരുടെ CD വാങ്ങിച്ച് സന്ദേശം കേൾക്കാം. നിങ്ങളത് ചെയ്യുക, ഞാനത് എൻകറേജ് ചെയ്യുകയാണ്. ആമേ. എന്നാൽ ഈ ലോകത്തിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങരുത്. ആമേ, ഹല്ലേലൂയ. തന്ത്രങ്ങളിൽ കുടുങ്ങി നിങ്ങൾ ചിഹ്ന ഭിന്നമായി തീരരുത്. ഹല്ലേലൂയ. അനേക ഗ്രൂപ്പുകൾ ഇവിടെ അവിടെ ഇവിടെയൊക്കെ തുടങ്ങിയത് ഞാൻ കാണാനിടയായി. ഈ 22 വർഷത്തെ ഈ യാത്രയിൽ, ഗൾഫിലെ യാത്രയിൽ ഇവരെല്ലാം കടന്നു വരുന്നത് ഒരു സ്വതന്ത്രം എന്ന് പറഞ്ഞ് കടന്നു വന്നിട്ട് അനേക സഭകളെ ചിഹ്ന ഭിന്നമാക്കി. നിങ്ങൾ ഈ റാസൽ കൈമയുടെ ദേശത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ 1 or 2 ചർച്ച ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് എത്ര ഗ്രൂപ്പ് ഇതിന്റെ ഉള്ളിലെ? എന്തിനാ ഇത്? സ്വന്തം മഹത്വം അന്വേഷിക്കുകയാ. നിങ്ങൾ ഇത്രയും നാള് ഈ വായിൽ നിന്ന് ദൈവത്തിന്റെ വചനം കേട്ടല്ലോ. ഒരു ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളെ അടുപ്പിക്കുന്നത് മുഴുവൻ കർത്താവിങ്കലേക്കാ. ഇപ്പോഴും പറയുന്നത് കർത്താവിന് പറയാനുള്ളത് ഇതാ. കർത്താവ് യഹൂദന്മാരോട് പറയുകയാണ്, എന്റെ വചനം നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ മരണം കാണത്തില്ല. നിങ്ങൾ എന്നെ ഭൂതമുണ്ടെന്നൊക്കെയാ പറയുന്നത്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്. അതിന്റെ 51 സത്യം ചെയ്തിട്ട് പറയുക, Verily, verily, I say unto you, if a man keep my word, he shall never see death. He shall never see death. സഹോദര സഹോദരി, ഉറങ്ങലെ, എഴുന്നേക്ക്. കർത്താവ് പറയാ, കുഞ്ഞെ, നീ മരണം കാണാൻ പോവുകയാ. നീ മരണം കാണാൻ പോവുകയാ. പക്ഷെ നീ എന്റെ വചനം അനുസരിച്ചാ നീ അത് കാണത്തില്ല. നിന്റെ ഡെസ്റ്റിനി മരണമാ. അപ്പൊ ഉടനെ തന്നെ യഹൂദന്മാർക്ക് അവർക്ക് ഇത് വല്ലതും അറിയാമോ? ലോകം എവിടെ കിടക്കണമെന്ന് വല്ലതും അറിയോ? അവരെ ചിന്തയില് കഴിഞ്ഞ ദിവസം അപ്പുറത്തെ വീട്ടിലെ ചാക്കോച്ചൻ മരിച്ചു, ഇപ്പുറത്തെ വീട്ടിലെ അന്നമ്മ മരിച്ചു. ആ മരണത്തെ കുറിച്ച് അവർ ചിന്തിക്കണേ. യേശുവിന്റെ മൈൻഡ് സെറ്റ് അവർക്ക് കിട്ടിയിട്ടില്ല. യേശു പറയുന്ന നിത്യമരണത്തെ കുറിച്ചാ. എന്ന് അവർ ചോദിക്കുന്നത് ശ്രദ്ധിക്കുക. യഹൂദന്മാർ അവനോട്, അതിന്റെ 52-ാം വാക്യം, 8:52, യോഹന്നാൻ 8:52, യഹൂദന്മാർ അവനോട്, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അബ്രഹാവും പ്രവാചകന്മാരും മരിച്ചു, നീയോ എന്റെ വചനം പ്രമാണിക്കുന്നത് ഒരു നാളും മരണം ആസ്വദിക്കുകയില്ല എന്ന് പറയുന്നു. അപ്പൊ അവരെ ഏത് മരണത്തെ കുറിച്ചാണ് ചിന്തിക്കണേ? ഈ ലോകത്തിലെ ശാരീരിക മരണത്തെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. യേശു പറയുന്ന ശരീരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്യാബിനറ്റ് മാത്രമാ.
നമ്മൾ ഈ ലോകത്ത് ഉപയോഗിക്കുന്ന ഒരു ക്യാബിനറ്റ്, ഒരു വണ്ടി, ഇപ്പൊ ജോസ് ബാർ വണ്ടിയിലാ വന്നേ, ആ വണ്ടി മാത്രമാ ജോസ് ബാർ അതിൻ്റെ ഉള്ളിലുണ്ട്, വണ്ടിയുടെ ഉള്ളില്. ഇതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ശരീരം ഒരു വണ്ടി മാത്രമാ, നമ്മളെ കൊണ്ടുപോകുന്ന വണ്ടി. മനസ്സിലായോ? ഇവര് പറയുന്ന ഈ ശരീരത്തിന്റെ മരണം ഇവര് പറയുന്നത്, പക്ഷെ യേശു പറയുന്നത് ശരീരത്തിന്റെ അല്ല, അതിന്റെ ഉള്ളിലിരിക്കുന്ന ആളുടെ മരണത്തെ കുറിച്ചാണ് പറയുന്നത്, സോളിന്റെ മരണത്തെ കുറിച്ച് യേശു പറയുന്നത്. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ മൈൻഡ് സെറ്റിൽ ലോകത്തുള്ള സകലരും എങ്ങോട്ടൊക്കെയാ പോകുന്നേ? അവരുടെ ഡെസ്റ്റിനി എങ്ങോട്ടാ? അവർ നിത്യമരണത്തിലേക്കാണ് അവർ യാത്ര, നിത്യമരണത്തിലേക്ക് അവർ യാത്രയാ. എന്നാൽ നിത്യമരണത്തിലേക്കുള്ള യാത്രയിൽ ഇവരുടെ യാത്ര ഒന്ന് തിരിച്ച് ഇവരെ നിത്യജീവങ്ങളിലേക്കുള്ള യാത്രയാക്കുവാനാണ് യേശു വന്നിരിക്കുന്നത്. ആമേൻ. പിശാച് വന്നത് അറുക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനുമാണ്. ആമേൻ. ഇല്ലേ? ഏദനിൽ വന്നില്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? ദൈവത്തിൽ നിന്ന് ആദത്തെ ഹവ്വയെയും അറുത്തു. ആമേൻ. ഹല്ലേലൂയ. പിന്നെ അവരുടെ നിഷ്കളങ്ക സ്വഭാവം, ദൈവം മനുഷ്യരെ നിഷ്കളങ്കരായി സൃഷ്ടിച്ചു. ആ നിഷ്കളങ്ക സ്വഭാവത്തെ എന്ത് ചെയ്തു? മൂടിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഇനി എന്ത് ചെയ്യാൻ പോവാ? അവരുടെ മരണം ആരംഭിച്ചു ഏദനിൽ വെച്ച്, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുപോവുക. മനസ്സിലായോ? അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുപോവുകയാ. ഓ ഗ്ലോറി, ഹല്ലേലൂയ. സഹോദരങ്ങളെ, നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു 4 സോണുകളെ കാണിക്കാം. 4 സോണുകൾ. ഒന്ന്, അതിൽ മരണത്തിന്റെ സോണ, മറ്റൊന്ന് ജീവന്റെ സോണ. ഇന്ന് യേശുക്രിസ്തു രക്ഷിതാവായി സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്നവർ ഓരോരുത്തരും നമ്മൾ ഒരു പ്രത്യേക ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്. ആ ന്യായപ്രമാണത്തിന്റെ പേരാണ് ലോ ഓഫ് ലിബർട്ടി. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ലോ ഓഫ് സ്പിരിറ്റ്സ്. ലോ ഓഫ് ലിബർട്ടി, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ലോ ഓഫ് സ്പിരിറ്റ്. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം. ആമേൻ. അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം എന്ന് പറയുമ്പോ സഹോദരങ്ങളെ, അതിനു മുമ്പ്, അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കുന്ന വ്യക്തികൾ അതിനു മുമ്പ് എവിടെയായിരുന്നു? അത് മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള പ്രാപ്തി ജനത്തിനില്ല. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം എന്ന് പറയുമ്പോ ആ ന്യായപ്രമാണം ഏറ്റെടുക്കുന്നവർ അവർക്ക് സ്വതന്ത്രരായി. അവർ അതിനു മുമ്പ് തടവിലായിരുന്നു. അവർ തടവിലായിരുന്നു. എന്തിന്റെ തടവിലാണെന്ന് ചോദിച്ചാൽ ജനത്തിന് അറിഞ്ഞുകൂടാ. എന്തിന്റെ തടവിലാണെന്ന് ചോദിച്ചാൽ ജനത്തിന് അറിഞ്ഞുകൂടാ. അത് അറിയണമെങ്കിൽ യേശുവിന്റെ വായിലേക്ക് നോക്കിയാൽ മതി. യേശുവിന്റെ വായിലേക്ക് നോക്കിയാൽ മതി. യേശു പറയുക, എന്റെ വചനം അനുസരിക്കുന്നവൻ മരണം കാണുകയില്ല. ഏമേ. അപ്പൊ ശരിക്കും പറഞ്ഞ എന്തിന്റെ തടവുകാരാ? എന്തിന്റെ തടവുകാരാ? നിങ്ങൾക്ക് പിടുത്തം കിട്ടുന്നുണ്ടോ? മരണത്തിന്റെ തടവുകാരാ. ഏമേൻ. മരണത്തിന്റെ തടവുകാരാ. ഈ മരണത്തിന്റെ തടവുകാർക്കാണ് ഇതാ യേശു വന്ന് സ്വാതന്ത്ര്യം കൊടുക്കുന്നേ. ആമേൻ. പാപനിമിത്തം മരണത്തിന് തടവുകാരായി. എങ്ങനെ തടവുകാരായേ? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് വൃക്ഷത്തിന്റെ ഫലം കഴിക്കുന്ന നാളിൽ നീ മരിക്കും. നീ മരണത്തിന് തടവുകാരാകുക. ആദം മരിച്ചു. ആദത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന മാനവരാശി മുഴുവൻ
മരണത്തിന്റെ തടവുകാരായി. അവരുടെ അവസാനം, അവരുടെ ഡെസ്റ്റിനി മരണമാ. എറ്റേണൽ ഡെത്ത്, ബോഡി ഡെത്തിന്റെ കാര്യം അല്ലാതെ ഉദ്ദേശിക്കുന്നത്. എറ്റേണൽ ഡെത്ത് അതിന്റെ ഒരു ഭാഗം മാത്രമാ ശരീരത്തിന്റെ മരണം. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ആ ഭാഗം നമുക്ക് ഒന്ന് ചിന്തിക്കാം. ചിത്രങ്ങളിലൂടെ നമുക്കതൊന്ന് മനസ്സിലാക്കാം. റോമലേഖനം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ അന്തം 21-ന്റെ അവസാന ഭാഗം പറയുകയാണ്, അതിന്റെ അവസാനം മരണമല്ലോ. അതിന്റെ അവസാനം മരണമല്ലോ. യേശു പറഞ്ഞത് എന്താ? യോഹന്നാൻ 8:51 എന്റെ വചനം അനുസരിക്കുന്നവൻ മരണം അനുഭവിക്കത്തില്ല, അവർ മരണം കാണത്തില്ല. കണ്ടോ, ഇവിടെ അത് കണക്ഷൻ വരുന്നുണ്ടോ? അതിന്റെ അവസാനം മരണമല്ലോ. ആമേൻ. മരണത്തിന്റെ തടവുകാരായി തീർന്നിരിക്കുകയാണ്. അതിന്റെ 20 മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാം, നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്ക് അന്ന് എന്തോ ഒരു ഫലമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിന്റെ അവസാനം മരണമല്ലോ. അപ്പൊ ഒന്നിന്റെ അവസാനം മരണമാണ്. പാപത്തിന്റെ ദാസന്മാരായിരുന്നപ്പോൾ അവസാനം സംഭവിക്കുന്നത് മരണമാണ്. എന്നാൽ താഴേക്ക് വായിക്കുമ്പോൾ, എന്നാൽ ഇപ്പോൾ, അതിന്റെ അർത്ഥം വീണ്ടും ജനിച്ചവർക്ക് അത് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനും. ശ്രദ്ധിക്കുക, ഒന്നിന്റെ അന്തം മരണം, മറ്റൊന്നിന്റെ അന്തം നിത്യജീവൻ. മനസ്സിലായോ? രണ്ടറ്റങ്ങളെയാണ് ഇവിടെ ദൈവവചനം കാണിക്കുന്നത്. ഹല്ലേലൂയ, ഗ്ലോറി. ഒരറ്റം മരണം, മറ്റേ അറ്റം നിത്യജീവൻ. മരണം വ്യക്തികളിലേക്ക് വരാൻ കാരണം ആദത്തിന്റെ പാപം, അതിന്റെ അടിസ്ഥാനം അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അവിടെ നിന്ന് പിശാചിന്റെ ഭരണം ആരംഭിക്കുകയാണ്. എന്നാൽ നിത്യജീവൻ അവസാനം വരണമെങ്കിൽ അതിന്റെ അടിസ്ഥാനം കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി ചെയ്ത യാഗം ഏറ്റെടുത്ത് ആദത്തിന്റെ പാപത്തിന് പകരം യേശുവിന്റെ നീതി, ദൈവം നമുക്ക് തന്ന നീതി അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇതാ നമ്മൾ മടക്കയാത്രയാവുന്നു നിത്യജീവനിലേക്ക്. ഗ്ലോറി, ഹല്ലേലൂയ. ഇത് നമുക്ക് ചിത്രങ്ങളിലൂടെ ഒന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ഇന്ന് ഏതിന്റെ പുറകെയാണ്. ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് ചിത്രത്തിലൂടെ 4 സോണുകളെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഉൽപ്പത്തിയിൽ കാണുന്ന ഏദൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ആ ഏദൻ നിങ്ങൾ ഈ കാണുന്നത് ഭൂമിയാണ്. ഭൂമിയിലെ ഒരു പാർട്ടാണ് ഈ ഏദൻ എന്ന് പറയുന്നത്. എന്നാൽ ഏദൻ സ്വർഗത്തിനും ഭൂമിക്കും ഇടയ്ക്കുള്ള മേഖലയായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഏദനിലായിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയോട് ദൈവം ഇടപെടുന്നുണ്ട്. ഏദനിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഭൂമിയിൽ പ്രവർത്തിക്കാം. ആമേൻ, ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആക്കി വെച്ചിരുന്ന സ്ഥലമാണ് ഏദൻ. ഏദൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഡിലൈറ്റ്, ആനന്ദം. അപ്പോ ഒരു മാനുഫാക്ചർ, ഒരു കാര്യത്തെ ഉണ്ടാക്കുന്ന വ്യക്തി ആ കാര്യം ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന് ഇത്ര ഡിഗ്രി ടെമ്പറേച്ചർ അതിനെ സൂക്ഷിക്കുവാനായിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ടാകും. നമ്മൾ അതിലല്ല സൂക്ഷിക്കുന്നത് എങ്കിൽ ഇപ്പോൾ ഐസ് അത് ഫ്രീസറിൽ വെക്കണം, 0 ഡിഗ്രി എങ്കിലും മിനിമത്തിൽ സൂക്ഷിച്ചാലേ അത് അതേ അവസ്ഥയിലിരിക്കും.
അതാണ് അതിന്റെ മാനുഫാക്ചേഴ്സ്. അപ്പൊ ഒരു ഐസ്ക്രീം നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അവരതിനുദ്ദേശിക്കുന്നത് അതാണ്, അത് കീപ്പ് ചെയ്യേണ്ട ടെമ്പറേച്ചർ ഇത്രയാ. പക്ഷെ നിങ്ങൾ അത് ആ ടെമ്പറേച്ചറിൽ വെക്കാതെ നമ്മുടെ ഗൾഫ് നാട്ടിലെ ഇപ്പോഴത്തെ 47 ഡിഗ്രിയിലും കൊണ്ട് വെച്ചിട്ട് അത് പെട്ടെന്ന് ഉരുകിപ്പോയി. ഉടനെ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് വെള്ളം പോലെയായി. നിങ്ങൾക്കങ്ങ് ദേഷ്യം വന്നു. ഇത് ഏത് കമ്പനിയാണ് ഇതുണ്ടാക്കിയേ? ഇവരെയൊക്കെ എന്തിനു കൊള്ളാം എന്ന് പറഞ്ഞ് അവരുടെ നേരെ വാക്കുകൾ എറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആ കടയിലേക്ക് ഓടി ചെല്ലുകയാണെങ്കിൽ ബുദ്ധിയുള്ള കടയുടമൻ എന്ത് നിങ്ങളോട് പറയും? അവര് നിങ്ങളോട് ആദ്യം ചോദിക്കണം, നിങ്ങൾക്ക് ബോധമില്ലേ എന്ന് തിരിച്ചിങ്ങോട്ട് ചോദിക്കും. അമ്മേ, കാരണം ഏതൊരു സാധനവും അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാലേ കമ്പനിക്കാർ, അതായത് ഉണ്ടാക്കിയ വ്യക്തി ഉപയോഗിക്കാൻ പറഞ്ഞ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ അത് ഫലമുള്ളതായി തീരത്തുള്ളൂ, അല്ലെങ്കിൽ ആകത്തില്ല. ഇന്ന് മനുഷ്യനെ സംബന്ധിച്ചുള്ള മനുഷ്യന്റെ പ്രശ്നം എന്ന് പറയുന്നത്, മനുഷ്യനെ എന്തിനാ ഉണ്ടാക്കിയെന്ന് മനുഷ്യനെ അറിഞ്ഞുകൂടാ. എന്നിട്ട് ഉണ്ടാകുന്ന കംപ്ലൈന്റിന് മുഴുവൻ ഉണ്ടാകുന്ന വിഷയത്തിന് മുഴുവൻ അങ്ങ് കംപ്ലൈന്റ് ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനി ഒരു പിക്കപ്പ് തന്നിരിക്കെ, പിക്കപ്പ് തന്നിട്ട് നിങ്ങൾ ആ പിക്കപ്പ് ഓടിച്ച് ഒരുത്തന്റെ മേത്തേക്ക് ഇടിച്ചു കയറ്റി, ആള് മരിച്ചുപോയി. നിങ്ങളങ്ങ് കംപ്ലൈന്റാ, ഇതെന്തോ ഒരു പിക്കപ്പ് വണ്ടി ഈ കമ്പനി തന്നത്, ഇങ്ങനെയുണ്ടോ പിക്കപ്പ്? നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തിട്ട് കാര്യമില്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട, കമ്പനി നിങ്ങൾക്ക് പിക്കപ്പ് വന്ന ആളെ ഇടിച്ചു കൊല്ലാൻ വേണ്ടിയല്ല. പിക്കപ്പ് കമ്പനി തന്നത് കമ്പനിയുടെ സാധനങ്ങൾ പിക്കപ്പിന്റെ ഉള്ളിൽ കയറ്റി കമ്പനി ആഗ്രഹിക്കുന്നിടത്തേക്ക് നിങ്ങൾ പിക്കപ്പ് ഓടിച്ച് അവിടെ കൊണ്ടു ഇറക്കാനാ. ആമേൻ. അല്ലാതെ കംപ്ലൈന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് മനുഷ്യൻ മൊത്തം കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. കംപ്ലൈന്റ് മുഴുവൻ ദൈവത്തോടാ, ഉണ്ടാക്കിയ വ്യക്തിയോടാ. എന്താ കാര്യം? പിക്കപ്പ് എന്തിനാ തന്നേന്ന് ഈ മേടിച്ച സ്റ്റാഫിന് അറിഞ്ഞുകൂടാ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇതേപോലെ തന്നെ ഇന്ന് മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ മനുഷ്യരെ ദൈവം എന്തിനാ ഉണ്ടാക്കി ലോകത്തേക്ക് അയച്ചെന്ന്. ഹല്ലേലൂയ. മനുഷ്യരെ ഉണ്ടാക്കി ലോകത്തിലേക്ക് അയച്ചത് എന്തിനാണെന്ന് മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ. ഗ്ലോറി. ഹല്ലേലൂയ. ആദ്യം തന്നെ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്, സഹോദരങ്ങളെ, മനുഷ്യനെ ദൈവം വെച്ച മണ്ഡലത്തിലല്ല ഇന്ന് മനുഷ്യനെ ദൈവം വെച്ച മണ്ഡലത്തിലല്ല മനുഷ്യനെ. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ മാൽഫങ്ഷൻ ആകുന്നേ. മനുഷ്യനെ ദൈവം വച്ചത് ഏതനില, ലോകത്തിലല്ല. മനസ്സിലായോ? മനുഷ്യനെ ദൈവം വച്ചത് ദൈവ സാന്നിധ്യത്തിലെ ഡിലൈറ്റ്, ആനന്ദം. എവിടെയാണ് ആനന്ദം? നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. ആ ഏതനില മനുഷ്യനെ ആക്കി വെച്ചത്. പക്ഷേ മാനുഫാക്ചർ ആക്കി വെച്ച മണ്ഡലത്തിൽ ഇന്ന് മനുഷ്യരില്ല. ഹല്ലേലൂയ. മനുഷ്യനെ ദൈവം ആക്കി വെച്ചത് ഏതനില. ദൈവത്തിന്റെ വചനം പറയുന്നു, കിഴക്ക് ഏദനിൽ ദൈവം ഒരു തോട്ടമുണ്ടാക്കി, കാണാൻ നല്ലതും തിന്മാൻ ഭക്ഷിപ്പാൻ നല്ലതുമായ വൃക്ഷങ്ങളെ ദൈവം അവിടെ ഉണ്ടാക്കി. താൻ ഉണ്ടാക്കിയ മനുഷ്യനെ ദൈവം അവിടെ കൊണ്ടു ചെന്നാക്കി. ഗ്ലോറി. ഹല്ലേലൂയ. എന്നാൽ ഒരു നേഴ്സറിയിൽ പഠിക്കുക ഒരു കൊച്ചിനെ അമ്മ കൊണ്ട് ആക്കുന്നത് പോലെ ആക്കി. എന്നാൽ ആ മണ്ഡലത്തിൽ നിന്ന് മനുഷ്യനില്ല. അപ്പൊ മനുഷ്യന് പ്രവർത്തിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം, ഏറ്റവും നല്ല സാഹചര്യം ഏതനാ? ദൈവ സാന്നിധ്യത്തിലാ ജീവിക്കേണ്ടേ. എന്നാൽ അവിടെ നിന്ന് മനുഷ്യൻ മാറ്റപ്പെടുകയാ. ആ മനുഷ്യനോട് പറയുകയാണ് ദൈവം, ഉൽപ്പത്തി 2:17, നീ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ നീ മരിക്കും. മറ്റേ രീതിയിൽ പറഞ്ഞാൽ നിന്റെ സോൺ മാറിപ്പോകും. മരണത്തിന്റെ സോണിലേക്ക് നീ മാറും. ഇതാ പിശാച് വന്നു. എന്തിനാ? അറക്കുക, മുടിക്കുക, കൊല്ലുക. ആമേൻ. പിശാച് പല രൂപത്തിലും വരും.
പല രൂപത്തിലും വരും. നമ്മളുടെ ഡിസിഷൻ, നമ്മളുടെ തീരുമാനമാണ് നമ്മളുടെ അവസാനം കുറിക്കുന്നത്. പല രൂപത്തിലും വരും. യേശുവിന്റെ അടുക്കൽ വന്നു ഇല്ലേ, നേരിട്ട് വന്നു. ശുശ്രൂഷയുടെ ആരംഭത്തിൽ വന്നു, യേശുവിന്റെ തീരുമാനം. പിന്നെ പത്രോസിന്റെ രൂപത്തിൽ വന്നു, യേശുവിന്റെ തീരുമാനം. അതിനെല്ലാം ഓവർകം ചെയ്യുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. ആദത്തിന്റെ ജീവിതത്തിൽ വന്നു, പക്ഷേ തന്റെ സ്നേഹിക്കുന്ന ഹവ്വ ഭാര്യയുടെ രൂപത്തിൽ വന്നു, ഭാര്യയിലൂടെ വന്നു. ആദത്തിന്റെ തീരുമാനം സൃഷ്ടാവിനേക്കാൾ ഉപരി സൃഷ്ടിയെ സ്നേഹിക്കുക. വീണു. എപ്പോൾ നമ്മളുടെ ഡയറക്ഷൻ ആ ലെവലിലാവുന്നോ നമ്മൾ വീഴുവാനായിട്ട് ഇടയാകും. ഇതാ നന്മ തിന്മയെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചു. അതോടുകൂടെ ആദത്തെ ഏദനിൽ നിന്ന് ആദം തള്ളപ്പെട്ടു. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദൈവം മനുഷ്യരെ ഇറക്കിക്കളഞ്ഞു. എങ്ങോട്ടേക്ക്? അവനെ ഉണ്ടാക്കുവാൻ പൂഴിയെടുത്ത ആ മണ്ണിലേക്ക്, ലോകത്തിലേക്ക് അവനെ ഇറക്കിക്കളഞ്ഞു. അവന്റെ മണ്ഡലം മാറി. ആ മണ്ഡലം മാറി. ഏദൻ ജീവന്റെ മണ്ഡലമായിരുന്നു. ഉൽപ്പത്തി 2:7 പറയുക, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാ? ജീവനുള്ള ദേഹിയായിരുന്നു മനുഷ്യൻ. ജീവനുള്ള ദേഹി എന്ന് പറഞ്ഞേ, ജീവനുള്ള ദേഹി. അപ്പൊ ജീവൻ ഉണ്ടായിരുന്നോ? എന്നാൽ ആ ജീവനുള്ള ദേഹി, ആ ജീവനിൽ ദൈവത്തിന്റെ വചനം പറയാ സോയെ എന്നാണ് ആ ജീവനെ കുറിച്ച് പറയുന്നത്. അതിനെ റിപ്പീറ്റ് ചെയ്ത് 1 Corinthians chapter 15:45 15-45 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോയെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ദൈവത്തിന്റെ ജീവൻ എന്നാണ് അതിന്റെ അർത്ഥം. ജീവനുള്ള ദേഹി. എന്നാൽ തിന്നുന്നാൾ നീ മരിക്കും. അതിന്റെ അർത്ഥം തിന്നുന്നാളിൽ നിന്റെ സോയെ നഷ്ടപ്പെടും. അങ്ങനെ ജീവന്റെ മേഖലയിൽ ഏദനിൽ ദൈവം മനുഷ്യനെ വെച്ചു. എന്നാൽ പാപം ചെയ്തതോടുകൂടെ മനുഷ്യൻ ഇതാ മരണത്തിന്റെ മേഖലയിലേക്ക് അവൻ തള്ളപ്പെട്ടു. അവന്റെ മരണം ആരംഭിക്കുകയായി. അവന്റെ മരണം ആരംഭിച്ചു. അവൻ മരണത്തിന്റെ മേഖലയിലേക്ക് തള്ളപ്പെട്ടു. സഹോദരങ്ങളെ, തള്ളപ്പെട്ടു. മരണത്തിന്റെ മേഖലയിലേക്ക്, മരണത്തിന്റെ മേഖലയിലേക്ക് തള്ളപ്പെട്ടു. ഇന്ന് മരണത്തിന്റെ കീഴിലാ ജനം. ഇന്ന് മനുഷ്യൻ ഇന്ന് സഹോദരങ്ങളെ ജയിലിലാ. മനുഷ്യരറിയാത്ത ജയിലിലാണ് ഇന്ന് മനുഷ്യരറിയാത്ത ജയിലിലാ ഇന്ന് മനുഷ്യർ. എന്തുകൊണ്ടാ? ദൈവം നിങ്ങൾ ലോകത്തെയും ലോകത്തുള്ളതിനെ സ്നേഹിക്കരുതെന്ന് പറയുന്നത്. ലോകത്തെയും ലോകത്തുള്ളതിനെ സ്നേഹിക്കരുതെന്ന് പറയുന്ന കാര്യം, പ്രിയ സഹോദരങ്ങളെ, ലോകം മനുഷ്യനെ നിത്യമരണത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവനെ അടച്ചിട്ടിരിക്കുന്ന ജയിലാണ് ലോകം. നിങ്ങൾക്കറിയാം, തെറ്റ് ചെയ്യുന്നവരെ, ടെററിസ്റ്റുകളെ, ക്രിമിനലുകളെ, കൊലപാതകികളെ അവരെ കൊല്ലുവാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവരെ ജയിലിലടയ്ക്കും. ജയിലിലടച്ചിട്ടാണ് അവരുടെ വിധി പോലെ ആ യഥാർത്ഥ സമയം അവരെ തൂക്കിലേറ്റുന്നത് അല്ലെങ്കിൽ അവരെ കൊല്ലുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അവർ ചെയ്ത തെറ്റിന്റെ ഫലമാണ്. തെറ്റിന്റെ ഫലമായി ന്യായാധിപൻ വിധി പ്രഖ്യാപിക്കും. മരിക്കുന്നതുവരെ നിന്നെ തൂക്കിക്കൊല്ലുവാൻ വിധിച്ചിരിക്കുന്നു. പിന്നെ നേരെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? തൂക്കിക്കൊല്ലാനല്ല, ജയിലിലേക്കാ കൊണ്ടുപോകുന്നേ. മനസ്സിലാകുന്നുണ്ടോ? ഇതേപോലെ സ്വർഗത്തിലെ ദൈവം ആദത്തോട് പറഞ്ഞു, നന്മ തിന്മകളെ കുറിച്ചുള്ള ഫലം തിന്നുന്നാൾ നീ മരിക്കും. ഇതാ ജഡ്ജി പ്രഖ്യാപിക്കേണ്ടത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു.
ഹല്ലേലൂയ. ആദം അനുസരണക്കേട് കാണിച്ചു. ഇനി ആദം ഈ വിധിക്ക് യോഗ്യനല്ലേ? ആദത്തിന്റെ ഉള്ളിലുള്ളവരും ഇതാ. ഞാൻ ഇന്നൊരു ഡോക്യുമെന്ററി കാണുവാനായിട്ട് ഇടയായി. നിങ്ങൾ ചോദിക്കുക, ആദത്തിന്റെ ഉള്ളിലുള്ളവർ എന്നാ പഴച്ചു? ഇന്നൊരു ഡോക്യുമെന്ററി കാണാനിടയായി. തീഹാർ ജയിൽ. ആ തീഹാർ ജയിലിൽ നിന്ന് നോക്കിയപ്പോ പല സ്ത്രീകളും ആ തീഹാർ ജയിലിന്റെ ഉള്ളില് ജയിൽ പുള്ളികളാ. ചിലരുടെയൊക്കെ കയ്യിൽ ഒരു കൊച്ചിരിക്കുന്നു. അപ്പൊ എനിക്ക് ഈ കൊച്ചെവിടുന്നാണെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. പിന്നെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ, ഈ സ്ത്രീകൾ ഈ ജയിലില് വരുമ്പോ ഈ കുഞ്ഞുങ്ങൾ ഇവരുടെ ഗർഭത്തിൽ ഉണ്ടായിരുന്നു, ഇവരുടെ വയറ്റിലുണ്ടായിരുന്നു. ജയിലിൽ വന്ന് ഇവർ പ്രസവിക്കപ്പെട്ടു. തുടർന്ന് ജയിലിൽ പ്രസവിച്ച ഈ കുട്ടികളെ ഇതാ അവർ ഒക്കത്ത് പിടിച്ച് നടക്കുക. പ്രിയരെ മനസ്സിലാക്കുക, ആദം തിന്മ ചെയ്തപ്പോ ആദത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന എല്ലാവരും പ്രസവിക്കപ്പെട്ടത് ഇതാ ലോകം എന്ന ജയിലിന്റെ ഉള്ളിലാ. ദൈവം ലോകം ഉണ്ടാക്കിയത് ജയിലിന് വേണ്ടിയല്ല. എന്നാൽ ആദത്തിന്റെ പാപത്തിന്റെ ഫലമായി ഇതാ മരണം. നന്മ തിന്മകളെ കുറിച്ച് അറിയുന്നതിന്റെ ഫലം തിന്നുന്ന മരിക്കും. ആദം അത് കഴിച്ചു. ഇതാ ജഡ്ജ്മെന്റ് നടപ്പിലാകുകയാണ്. തുടർന്ന് ജഡ്ജ്മെന്റ് നടപ്പിലാകുകയാണ്. മരണമാദത്തെ പിടിച്ചു, അവന്റെ തേജസ് നഷ്ടപ്പെട്ടു, ആത്മാവിൽ അവൻ മരിച്ചു. ഇനി ദേഹിയും ശരീരവും മരിക്കാൻ ബാക്കിയുണ്ട്. ഇതാ അവനെ ലോകത്തിൽ, അവന്റെ മരണത്തിന് മുമ്പ്, നിത്യമരണത്തിന് മുമ്പ് അവനെ ലോകത്തിൽ അടച്ചു. മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ കയ്യിലാണ് താക്കോൽ. അവനാണ് മരണം നടപ്പിലാക്കുന്നത്. ഈ അവസ്ഥയിലാണ് യേശു വന്നിട്ട് പറയുന്നത്, എന്നെ വിശ്വസിക്കുന്നവൻ, എന്റെ വാക്കുകൾ അനുസരിക്കുന്നവൻ, അവൻ ആ മരണം കാണത്തില്ല. ആ മരണം അവൻ കാണത്തില്ല. മനുഷ്യനെ കൊല്ലുന്നതിന് മുമ്പ് അടച്ചിട്ടിരിക്കുന്ന, പിശാചാൽ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന ജയിലാണ് ഈ ലോകം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ലോകത്തെയോ ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. നിങ്ങൾ ജയിലിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇടയ്ക്കിടയ്ക്കിടെ ചെല്ലാറുണ്ട്, ജയിൽ പുള്ളിയായിട്ടല്ല, അവിടെ കിടക്കുന്നവരെ കാണാൻ. അങ്ങനെ ഒരിക്കൽ ഞാനൊരു വ്യക്തിയെ കാണാൻ പോയപ്പോ ഞാൻ അവിടെ നിന്ന് കേട്ട സംഭവം ഞാൻ പറയാം. ആദ്യമൊക്കെ ആ വ്യക്തിയെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച്, മറ്റുള്ള പലതിനെ കുറിച്ചും വലിയ പരാതിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആരും എന്നെ കാണാൻ വരുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പല പല പരാതികളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഏറ്റവും അവസാനം ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോ അദ്ദേഹം എന്നോട് ഇതിനെക്കുറിച്ചുള്ള ഒരു പരാതിയും അദ്ദേഹം പറയുന്നില്ല. ഇപ്പോൾ അദ്ദേഹം ജീവിക്കുന്നത് മറ്റൊരു ലോകത്താ. അദ്ദേഹം മാസങ്ങളായി ജയിലിന്റെ അകത്ത് കിടക്കുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ പുറം ലോകത്തെ കുറിച്ച് ഒരു അറിവില്ല. ഇപ്പോൾ ജയിലിന്റെ ഉള്ളിലെ മറ്റൊരു ലോകത്തെ കുറിച്ചാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. ജയിലിന്റെ ഉള്ളിലെ ലോകം. അദ്ദേഹം പറയുന്നിടയായി അതിശയിച്ചു പോയി. ജയിലിന്റെ ഉള്ളിലെ ലോകം, ജയിലിന്റെ ഉള്ളിലെ ബിസിനസ്സുകൾ, ജയിലിന്റെ ഉള്ളിൽ പൈസ ഉണ്ടാക്കുന്ന വിധങ്ങൾ. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, സഹോദര, പണം എന്തെങ്കിലും ഞാൻ തരട്ടെ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് പണമൊന്നും വേണ്ട, ഞാൻ ഇവിടെ ഒരു ബിസിനസ് ചെയ്യുകയാ. എവിടെ? ജയിലിന്റെ ഉള്ളിൽ ബിസിനസ് ചെയ്യുകയാ. എന്നിട്ട് അദ്ദേഹം വേറെ ചില ബിസിനസ്സുകളെ കുറിച്ചൊക്കെ പറഞ്ഞു, മറ്റു പലരും ചെയ്യുന്നത് അതിന്റെ ഉള്ളിൽ. പക്ഷെ എനിക്കതിനെ കുറിച്ചൊന്നും മനസ്സിലായില്ല. ജയിലിന്റെ ഉള്ളിൽ ബിസിനസ്സോ? ഞാൻ അതിശയിച്ചു പോയി. പക്ഷെ തുടർന്ന് ഞാൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിലായ തിഹാർ ജയിലിനെ കുറിച്ച് ഡോക്യുമെന്ററി കാണുമ്പോഴേക്ക് മനസ്സിലായത് അത് മറ്റൊരു ലോകമാ. അതിന്റെ ഉള്ളിൽ ഫാക്ടറികളുണ്ട്,
അതിൻ്റെ ഉള്ളിൽ ടൈലറിംഗ് യൂണിറ്റുകളുണ്ട്, അതിൻ്റെ ഉള്ളിൽ ബേക്കറി സാധനങ്ങൾ ഉണ്ടാക്കുന്ന ക്രമീകരണങ്ങളുണ്ട്, അതിൻ്റെ ഉള്ളിൽ മരപ്പണിശാലയുണ്ട്. അതും മറ്റൊരു ബിസിനസ് ലോകമാണ്. ജയിലിന്റെ ഉള്ളിലെ ജയിൽ. ലോകം ഒരു ജയിലാ, ലോകമെന്ന ജയിലിന്റെ ഉള്ളിലെ മറ്റൊരു ജയിൽ. ഹല്ലേലൂയ. ദൈവം ഏതനിലാക്കി വെച്ച മനുഷ്യനെ പിശാച് ലോകമെന്ന ജയിലിലാക്കി. ഇനി ലോകം മുഴുവൻ ആരുടെ സിസ്റ്റം എന്നറിയാമോ? പിശാചിന്റെ സിസ്റ്റമാണ്. ലോകത്തിലെ സകല ബിസിനസ്സുകളും സകല നിയമങ്ങളും സകല രീതികളും എല്ലാം ആ പിശാചിന്റെ നിയമത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് കിടക്കുകയാ. ദൈവം ഭരിക്കുവാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അതിന് സമ്മതിക്കാതെ ഇതാ ദുഷ്ടൻ ഈ ലോകത്ത് സിസ്റ്റം വെച്ചിട്ട് ഈ ലോകത്തെ ഭരിക്കുന്നു. ഇതുകൊണ്ടാ ദൈവം പറഞ്ഞ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നീ സ്നേഹിക്കരുത്. അവസാനം ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോ ആ സഹോദരൻ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതിനെ കുറിച്ച് ഒരു വ്യസനവുമില്ല. കാരണം അവിടെ അദ്ദേഹം ധനം സമ്പാദിക്കുക. അദ്ദേഹം പലരെ കുറിച്ചും പറയുകയാണ്, പലർക്കും നാട്ടിലേക്ക് അവിടുന്ന് പണവും വരെ അയക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അതിശയിച്ചു പോകുവാനായിട്ട് ഇടയായി. അതിന്റെ ഉള്ളിൽ ഒരു ലോകം, ഈ പുറലോകം അറിയാത്ത വേറൊരു ലോകം അതിന്റെ ഉള്ളിൽ. ഹല്ലേലൂയ. അവരെ ഈ ലോകത്തുള്ളവരെ പോലെ രാഷ്ട്രീയക്കാരുടേതായ പ്രീതി സമ്പാദിച്ചിട്ടല്ല അവരുടെ ബിസിനസ് ചെയ്യുന്നത്. പകരം അവരുടെ രാഷ്ട്രീയക്കാരാണെന്നറിയാമോ? അവിടുത്തെ കുട്ടി പോലീസുകാർ. ഓരോ കുട്ടി പോലീസുകാരെയും പ്രസാദപ്പെടുത്തിയിട്ട് അവര് അവരുടേതായ പിന്തുണയോടുകൂടെ, നമ്മുടെ സ്പോൺസർഷിപ്പ് പോലെ അവരുടേതായ പിന്തുണയോടുകൂടിയാണ് ഓരോ ബിസിനസ്സുകളും ചെയ്യുന്നത്. സോപ്പ് വേണ്ടവർക്ക് സോപ്പ്, തോർത്ത് വേണ്ടവർക്ക് തോർത്ത്, ടെലിഫോൺ കാർഡ് വേണ്ടവർക്ക് ടെലിഫോൺ കാർഡ്. എന്നോട് ടെലിഫോൺ കാർഡിന്റെ ഡീലർഷിപ്പ് കിട്ടിയത്, അതിൻ്റെ ഉള്ളിലെ ഡീലർഷിപ്പ് കിട്ടിയതിന്റെ കഥ എന്നോട് പറഞ്ഞു. ഒരു പോളണ്ടുകാരനായിരുന്നു അതിന്റെ ഡീലർഷിപ്പ്. അദ്ദേഹം ആരാ? തടവുകാരൻ. അതേപോലെ ഇന്നും പല തടവുകാർക്കും ഇവിടെ ഓരോരോ കമ്പനികളുടെ ഡീലർഷിപ്പാണ്. മനസ്സിലായി ഈ ലോകത്തിലെ? അങ്ങനെ ആ പോളണ്ടുകാരന്റെ ഡീലർഷിപ്പ്, ആ പോളണ്ടുകാരന്റെ തടവ് കഴിഞ്ഞ് പോളണ്ടുകാരൻ പോയപ്പോൾ ആ പോളണ്ടുകാരൻ ചെയ്ത ബിസിനസ് ഇന്ന് ഞാനാണ് തുടരുന്നത്. മനസ്സിലായോ? ഗ്ലോറി. അപ്പോൾ ജയിലിന്റെ ഉള്ളിൽ മറ്റൊരു ലോകം. ഇതേപോലെയാണ് ഇന്ന് ഈ ലോകത്തിൽ ഓരോരുത്തർക്കും ഓരോരോ ഡീലർഷിപ്പുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുക. ഓരോ ഡീലർഷിപ്പുകൾ, ഓരോരുത്തരും ഓരോരോ ജോലികൾ. ഇതെല്ലാം എവിടെയാ? മരണത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് മനുഷ്യരെ അടച്ചിട്ടിരിക്കുന്ന ജയിലാണ് ലോകം. ഈ ലോകത്തിലെ പിശാചിന്റെ സിസ്റ്റമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഇനി എന്തുകൊണ്ടാ ദൈവം പറയുന്നത് ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്? സഹോദര, ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി എന്തിനാ? അദ്ദേഹത്തിന് ഒരു ആശ്വാസമായി, ഒരു ആശ്വാസ വാക്ക് പറയാനാ. ദൈവത്തിന്റെ വചനം പറയുന്നു, പിതാവായ ദൈവത്തിനു മുമ്പാകെ നിർമ്മലവും വിശുദ്ധമായ ഭക്തിയോ അനാഥരെയും വിധവകളെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നത് ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തന്നെത്താനെ സൂക്ഷിക്കുന്നതുമാണ്. ഇത് പ്രസംഗിക്കാൻ മാത്രമല്ല നമ്മൾ ചെയ്യാനുള്ളതാ. കർത്താവ് യേശു തന്റെ ന്യായവിധിയുടെ സമയത്ത് പറയാ, ഞാൻ തടവിലായിരുന്നു, നീ എന്നെ കാണാൻ വന്നു. ചിലരോട് പറയുന്നു, ഞാൻ തടവിലായിരുന്നു, നീ എന്നെ കാണാൻ വന്നില്ല. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ എപ്പോഴാണ് അത് ചെയ്തത്? അപ്പൊ ഉടനെ പറയാ, ഈ ചെറിയവരിൽ ഒരുവന് നീ ചെയ്തപ്പോഴൊക്കെയും, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോഴൊക്കെയും നീ എനിക്ക് തന്നെയാ ചെയ്തേ. നീ ചെറിയവൻ ഒരുവന് ചെയ്യാതിരുന്നപ്പോഴും നീ എനിക്കാ ചെയ്യാതിരുന്നേ. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്ന് എന്തിനു വേണ്ടിയാ? അദ്ദേഹത്തെ ഒന്ന് ആശ്വസിപ്പിക്കാനാ. മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹത്തിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് സഹായിക്കാനാ ചെന്നേ. ആ ഒരു മനസ്സോടുകൂടിയാണ് ദൈവം എന്നോട് അയക്കുന്നേ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പക്ഷേ അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമില്ല.
അദ്ദേഹത്തിന് എന്റെ സഹതാപത്തിന്റെ ആവശ്യമില്ല, എന്റെ സഹായത്തിന്റെ ആവശ്യമില്ല. കാരണം അദ്ദേഹം ആ ജയിലിന് അനുരൂപമായി പോയി. ആ ജയിലിന്റെ സിസ്റ്റത്തെ ഇപ്പൊ അദ്ദേഹം സ്നേഹിക്കുകയാ. ജയിലിലെ ബിസിനസിനെ അദ്ദേഹം ഇഷ്ടപ്പെടുകയാ. തനിക്ക് വേണ്ടതൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. മനസ്സിലായോ? ആ ജയിലിന്റെ സിസ്റ്റത്തെ അദ്ദേഹം സ്നേഹിക്കുന്നത് കൊണ്ട് ഇനി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു സമാധാന വാക്കോ ഒരു കാര്യമോ അവിടെ വേണ്ട. ഹല്ലേലൂയ. ഇതേപോലെയാണ് ദൈവത്തിന്റെ വചനം ഇന്ന് ലോകാനുരൂപമായ ജനത്തോട് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത്. ലോകത്തിൽ പിശാചിന്റെ കീഴിൽ മരണത്തിന്റെ വിളിയിൽ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന വ്യക്തികളായി കിടക്കുമ്പോഴും ഇത് സ്വർഗത്തിലെ ദൈവം ആ മനുഷ്യരുടെ ആശ്വാസത്തിന്റെ വാക്ക് പറയുമ്പോൾ മനുഷ്യർക്ക് അത് വേണ്ട. കാരണം ഈ ലോകത്ത് അവർക്കെല്ലാം ഉണ്ട്. അവർ ലോകത്തെ സ്നേഹിക്കുകയാ. അതുകൊണ്ട് അവർ ഉയരത്തിലുള്ള ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിന്റെ വചനം പറയാ, ഇനിയും ഭൂമിയിലുള്ളതല്ല, ഇനിയും ജയിലിനുള്ളിലുള്ളതല്ല, അത് നിന്നെ കൊണ്ടുപോവാ കൊല്ലുന്നതിന് മുമ്പ് ഇട്ടിരിക്കുന്ന സ്ഥലം അത്. അവിടെയുള്ളതല്ല. ഉയരത്തിലുള്ള ചിന്തിപ്പിനെന്ന് പറഞ്ഞിട്ട് മക്കളെ എന്തുകൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത? കാരണം ലോകത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, ആ ജയിലിനെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്റെ സ്നേഹിതനെ, ആ സഹോദരനെ എന്റെ ആശ്വാസം വേണ്ട, എന്റെ പണം വേണ്ട, ഇതൊന്നും അദ്ദേഹത്തിന് വേണ്ട. കാരണം അദ്ദേഹത്തിന് ജയിലിന്റെ ഉള്ളിൽ അത് കിട്ടുന്നുണ്ട്. മനസ്സിലായോ? മനസ്സിലായോ? അദ്ദേഹത്തിന് പുറമേയുള്ളതിനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മിൽ പലരും, ശബ്ദം കേൾക്കുന്നവരിൽ പലരും ഉയരത്തിലുള്ള ചിന്തിക്കാത്തതിന്റെ കാര്യം എന്നറിയാമോ? ആ സഹോദരനെ ചിന്തിച്ചാൽ മതി. അദ്ദേഹത്തിന് പുറമേയുള്ളത് വേണ്ടാത്തതിന്റെ കാരണം ഈ ലോകം കുഞ്ഞെ നിനക്ക് ആവശ്യമുള്ളത് ഇപ്പൊ തരുന്നുണ്ട്. ഈ ലോകം നിന്നെ സന്തോഷിപ്പിക്കാനുള്ളതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പലതിലൂടെയും, ടി വിയിലൂടെയും, ഫാന്റസി പാർക്കുകളിലൂടെയും, സ്വിമ്മിംഗ് പൂളുകളിലൂടെയും, പല പല ചിത്രങ്ങളിലൂടെയും, ഡോക്യുമെന്ററികളിലൂടെയും, പല പല സീരിയലുകളിലൂടെയും, പല പല മാധ്യമങ്ങളിലൂടെ, പല പല പേപ്പറുകളിലൂടെ, മാസികകളിലൂടെ നിന്നെ സന്തോഷിപ്പിക്കേണ്ടതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. നിനക്ക് വേണ്ട ജോലി തരുന്നുണ്ട്, നിനക്ക് വേണ്ട ബിസിനസ് തരുന്നുണ്ട്. ഈ ലോകമാകുന്ന ജയിലിന്റെ ഉള്ളിൽ നിനക്കതെല്ലാം തരുന്നുണ്ട്. അതുകൊണ്ട് നിനക്ക് പിതാവിന്റെ അടുത്തുനിന്നുള്ള സ്വാതന്ത്ര്യമോ പിതാവിന്റെ പ്രൊവിഷനോ പലപ്പോഴും വേണ്ടാതെ വരുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. പ്രിയ ദൈവത്തിന്റെ ജനമേ, ലോകം ഒരു ജയിലാ. മനുഷ്യരറിയാത്ത, മനുഷ്യരെ കൊല്ലുന്നതിന് മുമ്പ് ഇട്ടിരിക്കുന്ന ജയിൽ. കർത്താവ് പറയുക, എന്റെ വചനം നിങ്ങൾ അനുസരിച്ചാൽ നിന്റെ ആ ശിക്ഷയിൽ നിന്ന്, മരണത്തിൽ നിന്ന് നീ ഒഴിവുള്ളവനായിത്തീരും. നീ ഒഴിവുള്ളവനായിത്തീരും. മാത്രമല്ല, മരണമെന്ന അവസാനത്തിലേക്കല്ല ഞാൻ നിന്നെ കൊണ്ടുപോകാൻ പോകുന്നേ. പകരം നിത്യജീവൻ എന്ന അവസാനത്തിലേക്ക് ഞാൻ കൊണ്ടുപോകും. പിശാച് വന്നോ കൊല്ലാനാണെങ്കിൽ ഞാൻ വന്നവർക്ക് ജീവൻ തരാനാ. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, നാം ഓരോരുത്തരും ലോകത്തിൽ തടങ്കലില്ല. നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും, ലോകത്തെ തടങ്കലിലാണെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? സഹോദര, യേശു വന്നത് ഈ ലോകത്തിന്റെ തടങ്കലിൽ നിന്ന് എന്നെ നിങ്ങളെ രക്ഷിപ്പാനാ. നമ്മൾ രക്ഷിപ്പാനാ. പിന്നെ എന്തുകൊണ്ട് മനസ്സിലായില്ല കുഞ്ഞെ? സുബോധം കിട്ടിയില്ല. അതുകൊണ്ടോ മനസ്സിലാകാഞ്ഞേ? സുബോധം കിട്ടിയില്ല. ധൂർത്തപുത്രന് സുബോധം വന്നപ്പോഴല്ലേ അവൻ തിരിഞ്ഞത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയാ, മക്കളെ, നിന്നെ ഞാൻ സ്വതന്ത്രമാക്കിയത് എന്തിനാണെന്നറിയാമോ? വീണ്ടും നീ അടിമത്തത്തിൽ കുടുങ്ങിപ്പോകാനല്ല, വീണ്ടും ജയിലിന്റെ ഉള്ളിലേക്ക് കയറാനല്ല. നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം വരുത്തിയത് വീണ്ടും നീ ജയിലിന്റെ ഉള്ളിൽ കയറി കിടക്കാനല്ല. ലോകം ജയിലാ, അതിന്റെ ഉള്ളിലേക്ക് നീ വീണ്ടും കയറല്ലേ. ഇന്ന് കർത്താവ് ജനത്തെ സ്വതന്ത്രമാക്കിയിട്ട് അവർ വീണ്ടും ജനിച്ചേർന്ന അഭിമാനത്തിൽ ജയിലിന്റെ ഉള്ളിലേക്ക് വീണ്ടും കയറി കിടക്കുക. ജയിലിന്റെ അകത്ത് വീണ്ടും കയറി കിടക്കുക. അവരെ നോക്കിയ ഗലാത്യ ലേഖനം 5-ാം അധ്യായം പറയുന്നത്,
നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചാലോ? ഗലാത്യ ലേഖനം 5. ഗലാത്യ ലേഖനം 5-ാം അധ്യായം. അവിടെ എഴുതിയിരിക്കുന്ന 1-ാം വാക്യം ശ്രദ്ധിച്ചറിയാം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആഹാ, ഗ്ലോറി. നമുക്കിന്ന് വായിച്ചൊന്നും തോന്നത്തില്ല, കാരണം ജയിലിൽ കിടക്കുന്നവരാണെന്ന് അറിഞ്ഞാലല്ലേ ഇതിൽ നിന്ന് ഇത് വായിച്ച വല്ലതൊക്കെ തോന്നത്തുള്ളൂ. ഹല്ലേലൂയ. ഇത് വായിച്ച വല്ലതൊക്കെ തോന്നണമെങ്കിൽ, സ്വതന്ത്രരാക്കി എന്ന് പറയുമ്പോ ഇത് വായിച്ച വല്ലതൊക്കെ തോന്നണം എന്നുണ്ടെങ്കിൽ ജയിലിൽ കിടക്കണമെന്ന് ആദ്യം ഒരു ബോധം വേണം. ഹല്ലേലൂയ. ഒരു ബോധം ഇല്ലാത്തവനെ, ഞാൻ ഇരിക്കണവനെ തുറന്നു വിട്ടാലോ അവന്റെ ചിന്ത എന്ന് പറയുന്നത് അന്നും ഒന്ന് ഇന്നും ഒന്ന്. ഇവിടെ യേശു പറയാ, നിന്നെ സ്വതന്ത്രനാക്കിയെന്ന്. നിന്നെ ഞാൻ സ്വതന്ത്രനാക്കി, സ്വാതന്ത്ര്യത്തിനായി സ്വതന്ത്രനാക്കി. ഇനി നീ ബന്ധത്തിൽ കിടക്കണ്ട, സ്വാതന്ത്ര്യത്തിനായി നിന്നെ സ്വതന്ത്രനാക്കി. ഗ്ലോറി. എന്നിട്ട് പറയാണ്, ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പേൻ, അതിൽ ഉറച്ചു നിൽപ്പേൻ. നിന്നെ ലോകത്തിൽ നിന്ന് ഞാൻ സ്വതന്ത്രനാക്കി. എന്തുകൊണ്ടാ ലോകമെന്ന ജയിലിന്റെ ഉള്ളിൽ നിന്നെ പിടിച്ചിട്ടെ? ബിക്കോസ് ഓഫ് സിൻ. പാപം കൊണ്ടാ ലോകമെന്ന ജയിലിനുള്ളിൽ നിന്നെ പിടിച്ചിട്ടത്. ആ ലംഘനം കൊണ്ടാ പിടിച്ചിട്ടത്. മനസ്സിലായോ? നിന്നെ ഞാൻ സ്വതന്ത്രനാക്കിയെങ്കിൽ ഇനി വീണ്ടും ജയിലിനുള്ളിൽ കയറല്ലേ? വീണ്ടും ആ ജയിലിനുള്ളിലേക്ക് കയറരുത്. അവിടെ പറയാ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്, പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഗ്ലോറി. നീ എന്തിൽ നിന്നാ വിടുവിച്ചെന്നറിയണോ? വായിച്ചേ, അതിന്റെ 1-ാം അധ്യായം. എന്തിൽ നിന്നാ വിടുവിച്ചെന്നറിയാം. അതിന്റെ 3-ാം വാക്യം. പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ, ശ്രദ്ധിച്ചു കേട്ടോ, 2 ചെവിയും ശരിക്കും തുറന്നു വെച്ചോ. ഇപ്പോഴത്തെ ദുഷ്ട ലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായ നമ്മുടെ കർത്താവായ യേശു. ഗ്ലോറി. എവിടെന്നാ വിടുവിക്കണേ? എവിടെന്നാ വിടുവിച്ചേ? ഓൾറെഡി നമ്മളെ ദുഷ്ടലോകത്തെ നമ്മളെ വിടുവിച്ച് കഴിഞ്ഞു. നമ്മുടെ സ്പിരിറ്റ് വിടുവിച്ചു. യേശുവിന്റെ നീതി തന്നു. ഇന്ന് ആദത്തിന്റെ പാപമല്ല നമ്മുടെ അടിസ്ഥാനം, ലംഘനമല്ല അടിസ്ഥാനം. മനസ്സിലായോ? യാത്രയിൽ പാദത്തിന്റെ പാപമായിരുന്നു നമ്മുടെ അടിസ്ഥാനം, ലംഘനം. അതുകൊണ്ടാ ലോകത്തിൽ തടവിലായി പോയേ. യാത്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ധൂർത്തപുത്രന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്നുള്ള ലോകത്തിലേക്കുള്ള യാത്ര. മടക്കയാത്ര എന്ന് പറയുന്ന ആ ഒരു സുബോധം വന്നതിന് ശേഷം ലോകത്ത് നിന്ന് പിതാവിലേക്കുള്ള മടക്കയാത്ര. യാത്രയിലെ കാര്യങ്ങൾ പഴയ നിയമം ഡിസ്കസ് ചെയ്യുന്നു, മടക്കയാത്രയിലെ കാര്യങ്ങൾ പുതിയ നിയമം ഡിസ്കസ് ചെയ്യുന്നു. രണ്ടിന്റെ ഡയറക്ഷൻ വേറെ വേറെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഹല്ലേലൂയ. യാത്രയിൽ ആദത്തിന്റെ പാപത്താൽ മനുഷ്യർ ഇതാ തടവിലായി. നന്മ തിന്മയെ കുറിച്ച് അറിഞ്ഞ ഫലം നിന്നാൽ നീ മരിക്കും. ഇതാ ജഡ്ജ്മെന്റ് കഴിഞ്ഞു, ജഡ്ജ്മെന്റ് നടന്നു. അത് നിമിത്തം എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? നമുക്കെതിരെ ഒരു കൈയെഴുത്തങ്ങ് എഴുതി. നിങ്ങൾക്കറിയാമോ, ഈ കോടതിയിലെ കേസ് ഒരു വിധിപ്പകർപ്പുണ്ട്, വിധിയുടെ ഒരു പകർപ്പുണ്ട്. കണ്ടിട്ടുണ്ടോ? ഒരു കൈയെഴുത്ത്. നീ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് ഇന്നിന്ന ശിക്ഷകളെല്ലാം നിന്റെ മേൽ വന്നിരിക്കുന്നു. നീ ഇത്ര നാൾ നീ ജയിലിലായിരിക്കണം. ഇത് കഴിഞ്ഞാൽ നിന്നെ തൂക്കിക്കൊല്ലും, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ നിന്നെ ഇത് ഫ്രീ ആക്കും. ഇതൊക്കെ ഒരു കൈയെഴുത്തുണ്ട്, ഒരു കൈയെഴുത്ത്, കുറ്റപത്രം. മനസ്സിലായോ? ഇതിന്റെ ജഡ്ജ്മെന്റ് ഷീറ്റ് എന്ന് പറയും. ക്രൂശിൽ വെച്ച് യേശു എന്താ ചെയ്തെന്നറിയാമോ? ദൈവത്തിന്റെ വചനം കൊളോസ്യർ 2-ാം അധ്യായം പറയാ, ക്രൂശിൽ വെച്ച് അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ വെച്ച് നമുക്കെതിരായുള്ള കൈയെഴുത്ത്. കൈയെഴുത്ത്, നമുക്കെതിരെ ഒരു കൈയെഴുത്ത് എഴുതിയിട്ടുണ്ട്. ഉൽപ്പത്തി 2:17 ലംഘിച്ചപ്പോ ഇതാ നമുക്കെതിരെ ഒരു കൈയെഴുത്ത് സമ്പാദിച്ചുകൊണ്ടാണ് ആര് നടക്കുന്നതെന്ന് അറിയാമോ? പിശാച് നടക്കുന്നേ. ഒരു കൈയെഴുത്ത് നമുക്കെതിരെ ഉണ്ട്, ഒരു ജഡ്ജ്മെന്റ് ഷീറ്റ്, ഒരു വെർഡിക്റ്റ് നമുക്കെതിരെ പിടിച്ചുകൊണ്ടാണ് പിശാച് നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ കൈയെഴുത്താണ് ദൈവത്തിന്റെ വചനം പറയാ ക്രൂശിൽ തറച്ച് നീക്കിക്കളഞ്ഞു. ഈ കൈയെഴുത്ത് ക്രൂശിൽ തറച്ച് നീക്കിക്കളഞ്ഞു. ഇനി ഒരു ജഡ്ജ്മെന്റിന്റെ ശിക്ഷ നമ്മുടെ മേലില്ല, അതങ്ങ് നീക്കിക്കളഞ്ഞു. ഹല്ലേലൂയ.
കടന്നു വന്നാട്ടെ കൊളോസ്യ ലേഖനത്തിലേക്ക്. ഓ ഗ്ലോറി. അതിന്റെ 13-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച്, മലയാളത്തിൽ കോമയൊക്കെ നിട്ട് വായിച്ച നന്നായിരിക്കും കേട്ടോ. അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്തും മായ്ച്ചു. മനസ്സിലായോ? ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തു മായ്ച്ചു, ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഞാൻ ആത്മീയ വളർച്ചയുടെ ആദ്യ കാലങ്ങളിൽ എന്റെ ചിന്ത ന്യായപ്രമാണമായിരുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. എന്നാൽ തുടർന്ന് വെളിപ്പാണ്ട് ഇലുമിനേഷൻ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്കിത് ദൈവം വെളിപ്പെടുത്തുന്നു. ഇതാണ് ആ കുറ്റപത്രം. ഗ്ലോറി. ന്യായപ്രമാണം, ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, എന്റെ ന്യായപ്രമാണത്തിന് ഒരു മാറ്റവും ഇല്ല. ഗ്ലോറി. അല്ല, ന്യായപ്രമാണം വീണ്ടും ലോകത്തെ തുടരുകയാ. പക്ഷെ നമ്മളെ ലോകത്തിന്റെ തടവിൽ നിന്ന് മടക്കി കൊണ്ടുവന്നു. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. അത് എനിക്ക് വീണ്ടും മനസ്സിലാക്കാനടിയാം. ഈ കയ്യെഴുത്ത് മായ്ച്ചു. ഇത് ഏതാ ഈ കയ്യെഴുത്ത്? ഉൽപ്പത്തി 2:17 ആ ദൈവം കൊടുത്ത താക്കീതിൽ ലംഘിച്ചപ്പോൾ ഇതാ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നീ കൊല്ലരുത്. ദൈവത്തിന്റെ വചനം പറയുന്നു. അതേപോലെ തന്നെ ലോകത്തിലും ഒരു വ്യക്തിയെ കൊന്നാൽ എന്ത് സംഭവിക്കും? ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാകും ആ വ്യക്തിയുടെ മേൽ. ആ ജഡ്ജ്മെന്റ് ഒരു കയ്യെഴുത്താ. ശരിയല്ലേ? ഇതേപോലെ കൈയെഴുത്തു മായ്ച്ചു ക്രൂശിൽ വെച്ച്. ആമേ. അതിനെ ക്രൂശിൽ തറച്ചു നീക്കുക. എന്താ ക്രൂശിൽ തറച്ചു നീക്കി എന്ന് പറഞ്ഞാൽ? ആ കൈയെഴുത്തിന്റെ ശിക്ഷ യേശു അനുഭവിച്ചു. ആ കൈയെഴുത്തിന്റെ ശിക്ഷ യേശു അനുഭവിച്ചു. അത് നീക്കിക്കളഞ്ഞു. നമ്മുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ യേശുവിന്റെ മേലായി. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. ഹല്ലേലൂയ. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, ഇതാ യേശു ക്രിസ്തു ആ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തു. യേശു നീതിമാനായതുകൊണ്ട് യേശുവിനെ പിതാവ് തന്റെ ആത്മാവിനാൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഗ്ലോറി. ഇനി യേശുവിൽ വിശ്വസിക്കുന്ന നമ്മൾ, യേശുവേ അങ്ങന്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ നമുക്ക് ദൈവം തരുന്നത് ആ ദൈവത്തിന്റെ നീതിയാ. മനസ്സിലാവുന്നുണ്ടോ? ആ ദൈവത്തിന്റെ നീതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എവിടെ നിന്ന് പുറത്തിറങ്ങി? ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ഏതാ ജയില്? ലോകമെന്ന ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ആരെയാ കൊല്ലാൻ കൊണ്ടുപോകുന്നേ? ലോകമെന്ന ജയിലിൽ കിടക്കുന്നവരെയാ കൊല്ലാൻ കൊണ്ടുപോകുന്നേ. മനസ്സിലാവുന്നുണ്ടോ? അമ്മേ കുഞ്ഞെ, നീ യേശുവിന്റെ നീതി ധരിച്ച് അവിടുന്ന് ലോകത്തുനിന്ന് പുറത്തിറങ്ങി. നീ എങ്ങോട്ടേക്ക് പോകാൻ പോവാ ഇനി? അതാണ് ചോദ്യം. ഇനി നീ എങ്ങോട്ടേക്ക് പോകാൻ പോണേ? നിന്റെ ഡയറക്ഷൻ കുഞ്ഞെ മാറിയിട്ടുണ്ടെങ്കിൽ നീ നിത്യജീവനിലേക്കാ പോണേ. അല്ല, നിന്റെ ഡയറക്ഷൻ ഇന്നും മാറിയിട്ടില്ലയോ? നീ വീണ്ടും ജയിലിൽ കിടക്കുന്നവനായി നിന്നെ തന്നെ എണ്ണുകയാ. ജയിലിൽ കിടക്കുന്നവനായി. ഡയറക്ഷൻ മാറിയിട്ടുണ്ടോ? ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. ആമേ. ഇനി നമ്മൾ മരിക്കുന്നെങ്കിൽ, വീണ്ടും ജന്നത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന വ്യക്തി ഇനിയും മരിക്കണമെങ്കിൽ ഒരു വൃക്ഷഫലം കഴിച്ചതുകൊണ്ട് മരിക്കത്തില്ല. ഇനി നമ്മളുടെ ഡയറക്ഷനാണ് നമ്മളെ ജീവനിലേക്കും മരണത്തിലേക്കും കൊണ്ടുപോകുന്നത്. ഡയറക്ഷൻ ഒരു ചെറിയ പ്രവൃത്തിയല്ല നമ്മളെ ജീവനും മരണത്തിലേക്കും കൊണ്ടുപോകുന്നത്. നമ്മുടെ ഡയറക്ഷൻ, നമ്മുടെ ഹൃദയത്തിലെ ഡയറക്ഷൻ എങ്ങോട്ടാ? നിങ്ങൾ ചോദിക്കുക, അതെങ്ങനെയാണ്? പ്രിയരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ പിതാവ് പറഞ്ഞ കാര്യം, നന്മ തിന്മയെ കുറിച്ച് അറിയുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നീ മരിക്കും. ഒരു പ്രവൃത്തി ചെയ്താൽ നീ മരിക്കും. എന്നാൽ പുതിയ നിയമത്തിലെ പ്രവൃത്തിയല്ല, ഒരു ഡയറക്ഷനാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഡയറക്ഷനാണ് നമ്മുടെ ജീവനും മരണവും തീരുമാനിക്കുന്നത്. ആ ഡയറക്ഷനിൽ നിന്നാണ് പ്രവൃത്തികൾ ഉത്ഭവിക്കുന്നത്. റോമ 8:13 പറയുകയാണ്, ആത്മാവിനാൽ നീ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നീ ജീവിക്കും. നീ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ, ഇത് എന്തുവാ? അത് ഒരു ഡയറക്ഷനാ.
ഒരു ജീവിത ഡയറക്ഷനാ. ഒരു ലൈഫ്, നമ്മുടെ ലൈഫ് ഡയറക്ഷൻ. ജഡത്തെ അനുസരിച്ച് ജീവിക്കുക. അതിന്റെ അർത്ഥം ഇതുവരെ നീ വന്ന അതേ ഡയറക്ഷനിൽ നീ ജീവിക്കുന്നുവെങ്കിൽ ജഡത്തെ അനുസരിച്ച് ജീവിക്കുക. ഒരു ഡയറക്ഷനാ. ഏത് ഡയറക്ഷൻ? ഇതുവരെ ഉണ്ടായ അതേ ഡയറക്ഷൻ. മരണത്തിന് മുമ്പ്, വീണ്ടും ഞാൻ അനുഭവത്തിന് മുമ്പുണ്ടായ അതേ ഡയറക്ഷൻ ഉണ്ടല്ലോ, അതേ ഡയറക്ഷനിലാണ് നീ ജീവിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നീ ജഡത്തെ അനുസരിച്ച് ജീവിക്കണേ. ആ ഡയറക്ഷനാണ് നീ ജീവിക്കുന്നുവെങ്കിൽ നീ മരിക്കും നിശ്ചയം. അല്ല, നിന്റെ ഡയറക്ഷൻ മാറി, ആത്മാവിനാൽ. കണ്ടോ, നിയമം മാറി. ഇത് ന്യായപ്രമാണം അല്ല, ഇനി ലോ ഓഫ് ലിബർട്ടി, സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം, ലോ ഓഫ് ലിബർട്ടി. ഹല്ലേലൂയ. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തിയെ മരിപ്പിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, കുഞ്ഞെ, നീ അങ്ങോട്ടേക്ക് പോയപ്പോൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചു. എന്നാൽ മടക്കയാത്രയിൽ നീ എന്തിനാണോ നീ അനുസരിച്ചത് അതിനെല്ലാം നീ കൊല്ലുകയാ. ആത്മാവിനാൽ നീ കൊല്ലുകയാ. മനസ്സിലായോ? യാത്രയിൽ ഈ ജഡത്തെ നീ അനുസരിച്ച് ജീവിച്ചു. ഹല്ലേലൂയ. നിനക്ക് പറയേണ്ടതൊക്കെ നീ പറഞ്ഞു, നിനക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്തു, സന്തോഷിപ്പിക്കേണ്ടതൊക്കെ സന്തോഷിപ്പിച്ചു, എല്ലാ രീതിയിലും ജഡത്തെ അസൂയപ്പെട്ടു, പകിക്കേണ്ടവരെ പകിച്ചു, എല്ലാ രീതിയിലും പോയിക്കൊണ്ടിരിക്കുകയാ ദൂർത്തുപുത്രന്റെ യാത്ര. എന്നാൽ മടക്കയാത്രയിൽ ഈ ജഡ സ്വഭാവത്തെ എല്ലാം നീ കൊല്ലുകയാ. ആത്മാവിൽ കൊന്ന് മുന്നോട്ടേക്ക് പോവുകയാ. അത് എങ്ങനെയാണെന്ന് ചോദിക്കും. ഇതാ കർത്താവ് പറഞ്ഞേ, നീ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ. നിന്റെ സ്വയത്തെ ത്യജിച്ച്, അതിന്റെ അർത്ഥം നിന്റെ ജഡത്തെ കൊന്ന്. നാളത്തോറും എന്റെ ക്രൂശ് എടുത്ത്, ജഡത്തെ കൊല്ലുമ്പോൾ ഒരു പ്രയാസമൊക്കെ ഉണ്ടാകും. ആ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക. ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ലോകം ഒരു ജയിലാ. മനുഷ്യർക്ക് മനസ്സിലായിട്ടില്ല ഇത് ജയിലാണെന്ന്. ആ ജയിലിൽ നിന്ന് നമ്മളെ വിടുവിക്കാനാ യേശു വന്നത്. അതുകൊണ്ടാ പറഞ്ഞേ, ഇനിയും നീ ആ ലോകത്തെ സ്നേഹിക്കാൻ പോകല്ലേ. ആ ലോകത്തോടുള്ള സ്നേഹം നിന്റെ പിതാവിനുള്ള ശത്രുത്വമാ. ലോകം നിന്റെ കാമുകനാ. ഇതിനെ അതിനെ സ്നേഹിക്കാൻ പോകല്ലേ. അത് നിന്നെ കൊല്ലുവാൻ കൊണ്ടുപോവുക. അത് നിന്നെ കൊല്ലുവാനിട്ടിരിക്കുന്ന ജയിലാ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ബേസിക്കാ. ഇനിയും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുക. നാളെ ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഇത് വീണ്ടും തുടർന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഗ്ലോറി. ദൈവജനം ഇന്ന് ലോകത്തിൽ ഒരു ഡിനോമിനേഷനിലേക്കോ ഒരു വ്യക്തിയിലേക്കോ അല്ല തിരിയേണ്ടത്. ഇതല്ല പിശാച് ആവിഷ്കരിച്ച സിസ്റ്റമായത്. ലോകജനം ഇന്ന് തിരിയേണ്ടത് ക്രിസ്തുവിലൂടെ പിതാവിലേക്കാ തിരിയേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. യേശു വന്നത് നമ്മളെ ലോകമാകുന്ന ജയിലിൽ നിന്ന് വിടുവിക്കുവാൻ, പിശാചിന്റെ പിടിയിൽ നിന്ന് വിടുവിക്കുവാൻ. ലോകത്തുനിന്ന് വിടുതൽ കിട്ടിയപ്പോൾ തന്നെ പിശാചിൽ നിന്ന് വിടുതൽ കിട്ടുകയാണ്. ഹല്ലേലൂയ. ലോകത്തിന്റെ ഭരണാധികാരിയാ പിശാച്. ലോകത്തിന്റെ ദൈവമാ പിശാച്. ഹല്ലേലൂയ. വീണ്ടും എന്റെ ആ സ്നേഹിതന് ആ ജയിൽ ഇഷ്ടപ്പെട്ടതുപോലെ നമ്മളും ഇനിയും ഈ ലോകം ഇഷ്ടപ്പെട്ടു പോകല്ലേ. ലോകത്തിന്റെ ബിസിനസ്സിൽ ഇഷ്ടപ്പെട്ടു പോകല്ലേ. ഒരു നിമിഷം മുമ്പ് അപ്പാ എനിക്ക് അങ്ങനെ അടുക്കലേക്ക് വരാനുള്ള ചിന്ത പോലെ, ഒരു ഭാര്യ തന്റെ ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ യേശുവിന് വേണ്ടി നമ്മൾ യേശുവിന്റെ അടുക്കലേക്ക് പോകാൻ നാം കാത്തിരിക്കണം. നമ്മുടെ ഉള്ളിൽ കാത്തിരിക്കണം. ഈ ഒരു ചിന്ത, ഈ ഒരു രീതി ദൈവം നമ്മൾ കാണട്ടെ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവം നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ഗ്ലോറി ടു ഗോഡ്. നമ്മളോട് ദൈവം ഇപ്പൊ പാലല്ല നമുക്ക് തരുന്നത്, കട്ടിയ ആഹാരം തരികയാണ്. നിങ്ങളെ ഒന്ന് ഒരുക്കിയെടുത്ത്, നിങ്ങൾ മാത്രമല്ല നിങ്ങളൊരു അനേകരെ ഒരുക്കുവാൻ കർത്താവ് നിങ്ങളെ ഒരുക്കുകയാ. ലോകം ഒരു ജയിലാ, പിശാച് ഒരുക്കിയ ജയിൽ. മനുഷ്യരെ കൊല്ലുന്നതിന് മുമ്പ് പിശാച് ഒരുക്കിയിരിക്കുന്ന ജയിൽ. ആ ജയിലിൽ നിന്ന് യേശു എന്നെ സ്വതന്ത്രനാക്കി. എങ്ങനെ? എനിക്കെതിരെ എഴുതിയിരുന്ന കൈയെഴുത്ത്, ആ വെർഡിക്റ്റ്, ആ ജഡ്ജ്മെന്റ്, അത് യേശു ഏറ്റെടുത്തു. ആ ശിക്ഷ, അങ്ങനെ ആ കുറ്റപത്രത്തെ
ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എന്നെ സ്വതന്ത്രനാക്കി. ഇന്നെനിക്ക് എന്റെ യേശുവിന്റെ നീതിയാ. ആദത്തിന്റെ പാപമല്ല എന്റെ അടിസ്ഥാനം. ഇന്നെനിക്ക് എന്റെ യേശുവിന്റെ നീതിയാ. ഇന്ന് ഞാൻ ജഡത്തെ അനുസരിക്കുന്ന യാത്രയിലല്ല. ഇന്ന് ഞാൻ ആത്മാവിനെ അനുസരിക്കുന്ന, ജഡത്തെ കൊല്ലുന്ന മടക്കയാത്രയിലാ. ഇനി വീണ്ടും ഞാൻ അടിമ നുഖത്തിൽ കുടുങ്ങിപ്പോകുവാൻ ഞാൻ എന്നെ വിട്ടുകൊടുക്കത്തില്ല. സത്യം അറിയാഞ്ഞതിനാൽ ഞാൻ പലപ്പോഴും കുടുങ്ങിപ്പോയി. എന്നാൽ ഇന്ന് ഞാൻ സത്യം അറിഞ്ഞു. സത്യം എന്നെ സ്വതന്ത്രനാക്കുന്നു. പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്നായി നല്ല വചനത്തിനായി നന്ദി. ഞങ്ങൾക്ക് ഒരു യോഗ്യതയില്ലപ്പാ. എങ്കിലും അങ്ങ് ഇത് തുറന്നു തരുവാൻ കരുണ ചെയ്തു. പിതാവേ, ഞങ്ങൾ മാത്രം ഇത് അനുഭവിച്ച് ലോകത്തുനിന്ന് പുറത്തിറങ്ങുവാനല്ലല്ലോ. ഞങ്ങളുടെ അനേക സഹോദരങ്ങൾ, അങ്ങയുടെ കുഞ്ഞുങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതറിയാതെ ആ ജയിലിന്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നു. അവരെയും പുറത്തിറക്കുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ. ഞങ്ങളെ ഇതാ ഏൽപ്പിക്കുന്നു.